ഏഴാം ക്ലാസ് നിലവാരത്തിൽ ഉപരിയായിട്ടുള്ള ഒരു ചോദ്യവും നെറ്റ് പരീക്ഷയ്ക്കില്ല. ട്രിഗ്നോമെട്രി ഇല്ല, ജിയോമെട്രി ഇല്ല, അങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് സാധനങ്ങളുടെ സൈനും കോസും കൊണ്ടുകൊണ്ടേണ്ടി ഒന്നും ഇല്ല. ആകെ വേണ്ടത് കൂട്ടണം, കുറയ്ക്കണം, ഹരിക്കണം, ഗുണിക്കണം. മോഹൻലാൽ മണിച്ചിത്രത്താഴി പറയുന്ന പോലെ ഒന്നുകൂടെ ഹരിച്ച് ഗുണിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടേണ്ടതാണ്. ഇപ്പൊ മക്കളെ, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. പരീക്ഷയുടെ പാറ്റേൺ മാറട്ടെ, ഇൻഡെപ്ത് ചോദ്യങ്ങൾ വരട്ടെ, പഠിക്കുന്നവർക്ക് അത് നല്ലതാണെന്നേ അതൊരു വാലിഡ് പോയിന്റ് ആയിട്ട്. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ തന്നെ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ കുട്ടികളാണെങ്കിലും കുറെ പേര് കഴിഞ്ഞ സൈക്കിളിൽ PhD ക്വാളിഫിക്കേഷൻ കിട്ടിയവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ. അവർക്ക് ഇപ്പൊ തവണ നെറ്റിലും GRF ഒക്കെ എത്തിയ അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളൊരു കാര്യം പെർഫെക്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വളരെയധികം എഫേർട്ട് എടുക്കേണ്ടി വരും. നിങ്ങളുടെ പഴയ പരീക്ഷകളൊക്കെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ പരീക്ഷയിൽ ഒരു 80-90 മാർക്കൊക്കെ മേടിക്കുന്നവരെ നമ്മൾ എടുക്കുന്ന അത്രയും എഫേർട്ട് ചിലപ്പോൾ എടുക്കേണ്ടി വരും ആ 90നെ 100 ആക്കാൻ. മാക്സിമം 1 മണിക്കൂർ ഒരു ദിവസം കൊടുത്താൽ അങ്ങനെ ഒരു 30 ദിവസം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന 6 മാസം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു 30 ദിവസം 1 അവർ വീതം മാറ്റി വെച്ചാൽ DI ഇവർ കണ്ടിട്ടില്ലാത്ത ഒരു പാറ്റേണും വരില്ല. ഹായ്, iPlusന്റെ എക്സ്പെർട്ട് ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് NDA UGC നെറ്റ് പരീക്ഷയുടെ ഒരു പ്രാധാന്യവും അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം റീസെൻ്റ് ആയിട്ട് കുറേ ഓർഡറുകളൊക്കെ UGC ക്വാളിഫിക്കേഷൻ ഇല്ലാതെ കോളേജുകൾ അധ്യാപകരാകാൻ സാധിക്കില്ല തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ PhD നേടാനായിട്ട് ഈ നെറ്റ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ PhD ക്വാളിഫിക്കേഷൻ എങ്കിലും വേണം എന്നുള്ള നിബന്ധനകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പരീക്ഷ ഇനി വരുന്ന 2026 ജൂൺ സൈക്കിളിൽ ഇതിനുവേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഈ നിർബന്ധിതമാക്കിയിട്ടുള്ള ഈ ക്വാളിഫിക്കേഷൻ എങ്ങനെ നേടണം എന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് iPlusന്റെ എക്സ്പെർട്ടായിട്ടുള്ള അലൻ സാറാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളത്തിലെ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ നെറ്റ് JRF യോഗ്യതയിലേക്ക് നയിക്കാൻ iPlusനും അലൻ സാറിനുമായിട്ടുണ്ട്. ഒരുപാട് കുട്ടികളുടെ 10,000-കണക്കിന് കുട്ടികളുടെ മെന്ററാണ്. അതുപോലെ തന്നെ 100-ലേറെ ആളുകളെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള നെറ്റും JRF ഒക്കെ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള പരിചയവും iPlusന്റെ അലൻ സാറിനുണ്ട്. അപ്പോൾ സാറിനോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. ആദ്യമായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ നെറ്റിൻ്റെ ഒരു പ്രാധാന്യം ഈ ഒരു സൈക്കിളിൽ അല്ലെങ്കിൽ ഈ അടുത്തിടെയായിട്ട് വളരെയധികം കൂടി വരികയാണ്, വർദ്ധിക്കുകയാണ്. അപ്പോൾ കുട്ടികളോട് അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? ഏറ്റവും ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് നമ്മൾ ഒരുമിച്ച് തുടങ്ങുന്ന ഇനിയും കൂടുതൽ ആളുകൾ വരും നിങ്ങളുടെ മുന്നിലേക്ക്. ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ഡൗട്ടുകൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഈ പ്ലാറ്റ്ഫോം ഒരുക്കിയതിൽ തന്നെ വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവായിട്ട് തോന്നുന്നു. നമുക്ക് ആദ്യത്തെ ആ ഒരു കൺസേൺ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നെറ്റ്, ഈ കാലയളവിലും നെറ്റിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? അത്തരം ഒരു കൺസേൺ ശരിക്കും അതിനൊരു ബേസും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുൻപ് ആകെ 6% പേരെ നെറ്റ് എക്സാം എഴുതുമ്പോൾ ക്വാളിഫൈ ആവുന്നുണ്ടായിരുന്നുള്ളൂ. 1% JRFും ഇത്തവണ 1% താഴെയായിരുന്നു. പിന്നെ ഒരു അഡീഷണൽ 5-6% 7%-അടുത്ത് നെറ്റ് ക്വാളിഫൈഡ് ആൾക്കാർ ഈ സൈക്കിളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കൊരാശ്വാസമായിട്ട് ഒരു 15%-16% പേര് അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് മാത്രമല്ല PhD എന്നൊരു എലിജിബിലിറ്റി കൂടി നേടുന്നുണ്ട്. കോളേജിൽ നിതിൻ സാറ് പറഞ്ഞ പോലെ അധ്യാപകരാവാനായിട്ട് ഇപ്പോൾ ഗസ്റ്റ് ആണെങ്കിൽ പോലും നെറ്റ് മാൻഡേറ്ററി ആണ്. നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ പോയി, ഇപ്പോൾ കാസർഗോഡ് ഒരു കുട്ടിയെ അവർ ജോയിൻ ചെയ്ത കോളേജിൽ പോയിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്തത്. നെറ്റിൻ്റെ റിസൾട്ട് വന്ന് ഒരാഴ്ചയെ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് ഓർക്കണം. അപ്പോൾ ഈ പുറത്ത് സംസാരമൊക്കെ നടക്കുന്ന പോലെ ഒരുപാട് പേരുണ്ട്, ഗസ്റ്റായിട്ട് പോലും ജോലി കിട്ടാനില്ല എന്ന് പറയുകയാണെങ്കിൽ പരീക്ഷ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ ആളാട്ടോ ജോലിക്ക് കയറിയത്. അപ്പോൾ അവിടെ കോളേജിൽ പോയിട്ടാണ് ഇൻ്റർവ്യൂ എടുത്തത്. അപ്പോൾ പരീക്ഷ കഴിഞ്ഞാൽ നെറ്റിന് യോഗ്യത നേടിക്കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ അധ്യാപകരെ ആവശ്യമുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ സിനാരിയോയിലും കുട്ടികളുടെ എണ്ണമൊക്കെ സ്റ്റേബിളായിട്ട് തന്നെ പോകുന്നൊരു സിനാരിയോ ആണ്. പിന്നീട് ഈ PhD ചെയ്യണമെങ്കിലും ഈ 15% റിസൾട്ട് വരുമ്പോൾ PhDക്കുള്ള എൻട്രൻസ് ടെസ്റ്റുകളൊക്കെ UGC ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇൻഡിവിജ്വൽ യൂണിവേഴ്സിറ്റികളും കോളേജുകളും നടത്തുന്ന ഒഴിവാക്കി നെറ്റിൻ്റെ റിസൾട്ടിൽ നിന്ന് അഡ്മിഷൻ കൊടുക്കണമെന്ന്. അപ്പോൾ ആ രീതിയിലും നെറ്റിൻ്റെ പ്രാധാന്യം കൂടിയിട്ടേ ഉള്ളൂ. അതുമാത്രമല്ല, ഈ 15% വിജയം എന്ന് പറയുന്നത് കുട്ടികളെ ഒരു അറ്റംപ്റ്റിന് കൂടി പ്രേരിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. പണ്ട് 1000 പേര് എഴുതിയ 60 പേരെ ക്വാളിഫൈ ആവുള്ളൂ, ബാക്കി എല്ലാവരും ഡിസപ്പോയിൻറ്റഡ് ആവും. മനുഷ്യ കുഞ്ഞുങ്ങളല്ലേ, നമ്മൾ എത്ര മോട്ടിവേഷൻ കൊടുത്താലും നോട്ട് ക്വാളിഫൈഡ് എന്ന് കാണുമ്പോൾ അതൊരു വിഷമം തന്നെ. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ട് നന്നായി തയ്യാറെടുത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു PhD ക്വാളിഫിക്കേഷൻ എങ്കിലും മിനിമം നേടും. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഒരു മോട്ടിവേഷൻ കൊടുക്കാനും അത് ഹെൽപ്ഫുൾ ആണ്. 1 ഇയറേ വാലിഡിറ്റി ഉള്ളൂ.
അപ്പോൾ അടുത്ത സൈക്കിളിൽ ഒന്നുകൂടെ അറ്റൻഡ് ചെയ്താൽ എനിക്ക് നെറ്റ് കിട്ടും. ഇൻ്റർവ്യൂവിൽ സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു പാറ്റേൺ ആയി 1-2 സൈക്കിളായിട്ട്. സാർ കഴിഞ്ഞ തവണ അറ്റൻഡ് ചെയ്തപ്പോൾ PhD ഓൺലി കിട്ടി. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ഒരു തവണയും കൂടെ നോക്കിയാൽ നെറ്റ് കിട്ടും, അല്ലെങ്കിൽ JRFലേക്ക് ഒന്നുകൂടി നോക്കാം. ടോപ്പ് 15 എത്തിയല്ലോ. മുൻപാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, നോട്ട് ക്വാളിഫൈഡ് എന്നേ അവരും കാണുള്ളായിരുന്നു. അങ്ങനെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് കൂടി ഉണ്ട്. അതൊരു വാലിഡ് പോയിന്റ് ആയിട്ട്. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ തന്നെ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ കുട്ടികളാണെങ്കിലും കുറെ പേര് കഴിഞ്ഞ സൈക്കിളിൽ PhD ക്വാളിഫിക്കേഷൻ കിട്ടിയവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ. അവർക്ക് ഇപ്പൊ തവണ നെറ്റിലും JRFലും ഒക്കെ എത്തിയ അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ പ്രധാനമായിട്ടുമുള്ളൊരു കുറേ കുട്ടികളെ നമുക്ക് ഇത്തരം നമ്മൾ ഈ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഡൗട്ട്സ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലെ കമൻറ്റുകളായിട്ടും നേരിട്ടും ഒക്കെ നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ പൊതുവായിട്ട് എല്ലാവരും അറിയേണ്ട മറുപടികളാണല്ലോ അതൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കൂടിയാണ് നമ്മൾ ഈ ഒരു സീരീസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യമുള്ളത്, ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന ഈ നെറ്റ് പരീക്ഷകളിലൊക്കെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ മാറ്റമുണ്ട്, അല്ലെങ്കിൽ പേപ്പർ 1 അവിടുന്ന് ഇവിടുന്നൊക്കെ എവിടുന്നൊക്കെ നമ്മൾ കേൾക്കാത്ത ഏരിയയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള സൈക്കിളിൽ അല്ലെങ്കിൽ അടുത്ത തവണ പരീക്ഷ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഇത് ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതിനെപ്പറ്റി എന്താണ് ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്? എപ്പോഴും ഏത് എക്സാം ആണെങ്കിലും ഏത് സൈക്കിൾ കഴിയുമ്പോഴും കുറച്ച് പേരുണ്ടാവും പരീക്ഷ വളരെ ഡിഫിക്കൽട്ടാണെന്ന് പറയുന്നവർ. പലപ്പോഴും തയ്യാറെടുപ്പിൻ്റെ അല്ലെങ്കിൽ ശരിയായ തയ്യാറെടുത്തിട്ടില്ല എന്നല്ല, ആ ഒരു കറക്റ്റ് പാറ്റേണിൽ തയ്യാറെടുക്കുന്നതിൻ്റെ അപര്യാപ്തതയാണ് ആ ഒരു അഭിപ്രായത്തിലേക്ക് എത്തിക്കുന്നത്. പിന്നെ പാറ്റേൺ മാറ്റം ഒബ്വിയസ് ആയിട്ടും പരീക്ഷ നടത്തുന്ന ഏജൻസി അല്ലെ ചോദ്യകർത്താക്കൾ അവരുടെ നിലവാരം ഉയർത്തുന്നുണ്ട്. കാര്യം ഓരോ സൈക്കിളിലും സിലബസ് മാറിയത് 2019 മുൻപാണ്. ഇപ്പോൾ ഒരു കഴിഞ്ഞ 5-6 വർഷമായിട്ട് സിലബസിന് മാറ്റമേ ഇല്ല. അപ്പോൾ ഇങ്ങനെ ഈ സിലബസ് മാറ്റം ഇല്ലാത്തിടത്തോളം അതിൻ്റെ ഉള്ളിലെ സബ് ടോപ്പിക്കുകളുടെ ഉള്ളിൽ നിന്നൊക്കെ ചോദ്യം ചോദിക്കാൻ അവർ ഫോഴ്സ്ഡ് ആവുക. നെറ്റ് എക്സാമിന് ഒരിക്കലും ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എല്ലാം എളുപ്പമുള്ള ചോദ്യം ഇടാനോ പറ്റില്ല. ബൈ ഡിസൈൻ അങ്ങനെയാണ് പരീക്ഷ. കാര്യം ഈ ടോപ്പ് 1%, 6%, 15% ഒക്കെ എടുക്കണമെങ്കിൽ അതിനിടയിൽ ഒരു വേരിയേഷൻ ക്രിയേറ്റ് ചെയ്യണം. എല്ലാവർക്കും ഒരുപോലെ അറ്റൻഡ് ചെയ്യാവുന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും 98-99% എത്തിക്കഴിഞ്ഞാൽ ആരെ ഒഴിവാക്കും? അല്ലെങ്കിൽ പഠിച്ചവരെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് ഭംഗിയായിട്ട് മനസ്സിലാക്കി പഠിച്ചവരെ വേർതിരിച്ചെടുക്കാനുള്ള ഒരു അരിപ്പയാണ് ഓരോ ടെസ്റ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പാറ്റേണിൽ വ്യത്യാസങ്ങൾ തോന്നുന്നതും പലപ്പോഴും ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതും ഡിഫിക്കൽട്ടി ലെവൽ കൂടിയും കുറഞ്ഞൊക്കെ ഓരോ സൈക്കിളിൽ വരുന്നതും. എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും കഴിഞ്ഞൊരു 10 സൈക്കിളോളമായിട്ട് ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പിള്ളേരോട് എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പരീക്ഷയുടെ ഡിഫിക്കൽട്ടിക്കോ പാറ്റേൺ അനുസരിച്ചോ അല്ല പഠിക്കേണ്ടത്. സിലബസിലുള്ള ഏരിയകൾ എത്രത്തോളം കോൺസെപ്റ്റ് ക്ലാരിറ്റിയോടുകൂടി പഠിക്കാമോ, എത്രത്തോളം റിവിഷൻ നടത്താമോ അങ്ങനെ പഠിക്കുക. മെറ്റീരിയലുകൾ ലിമിറ്റ് ചെയ്യുക. കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകൾ I+നോടൊപ്പം ഒക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വെൽ റിസർച്ച്ഡ് ആയിട്ട് ഈ 5 വർഷത്തെ പല ഇറ്ററേഷൻ കഴിഞ്ഞ മെറ്റീരിയലുകൾ അവർക്ക് കൊടുക്കുന്നതും ഒരു സെറ്റ് പാറ്റേണിലൂടെ അവരെ കടത്തിവിടുന്നതും. അതിനെ റിപ്പീറ്റഡായിട്ട് പഠിക്കുകയും പഠിച്ച കാര്യങ്ങളിൽ ഇൻഡെപ്ത് നോളജ് നേടുകയും ചെയ്യാമെന്നുള്ള സൊല്യൂഷൻ. പാറ്റേൺ അടുത്ത കൊല്ലം മാറുമോ, ഇനി വേറെന്തെങ്കിലും വരുമോ എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനോ സാറിൻ്റെയോ എൻ്റെയോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഒന്നും കൺട്രോളിലുള്ള സംഗതി അല്ല എന്നത് മനസ്സിലാക്കുക. പാനിക് ആവുക എന്നുള്ള മനുഷ്യൻ്റെ നേച്ചറാണ്. ഇപ്പോൾ നമ്മളൊരു വളരെ ഡിഫിക്കൽട്ട് ടൈമിലൂടെ കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ വാറൊക്കെ നടക്കുന്നുണ്ട്, നിങ്ങളും ഈ വാർത്തകളൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവുക. ഈ പോഡ്കാസ്റ്റ് വരുന്ന ദിവസം എനിക്കറിയില്ല, പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഒരു പീക്കിൽ നിൽക്കുന്ന സമയമാണ്. അവിടെയും നമ്മുടെ മാധ്യമങ്ങൾ പലപ്പോഴും ഒരു ഡിസ്സർവീസാണ് ചെയ്യുന്നത്. പേടിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം മുന്നിൽ കൊണ്ടുവന്ന് ഭയപ്പെടുത്തുക എന്നുള്ളത്. പരീക്ഷകളിലും അത് തന്നെ നടക്കുന്നുണ്ട്. ചില ചാനലുകളൊക്കെ ഇൻറ്റൻഷണലായിട്ട് തന്നെ ചെയ്യുന്നുണ്ടെന്നുള്ള ദുഃഖകരമായ ഒരു സത്യമാണ്. യൂട്യൂബിലാണെങ്കിലും പിള്ളേരൊക്കെ വന്ന് സങ്കടം വരും, സാറേ പല ചാനലും കണ്ടാൽ പരീക്ഷ എഴുതാൻ പോലും തോന്നത്തില്ല എന്ന്. 1% എന്തെങ്കിലും ഉണ്ട്, അതിനെ പെരുപ്പിച്ച് 10%, 100%, 100 ഇരട്ടി വലിപ്പത്തിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ മക്കളെ, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. പരീക്ഷയുടെ പാറ്റേൺ മാറട്ടെ, ഇൻഡെപ്ത് ചോദ്യങ്ങൾ വരട്ടെ, പഠിക്കുന്നവർക്ക് അത് നല്ലതാണെന്നേ ഞാൻ പറയുന്ന ഒരു പോയിന്റ് അതാ. ശരിക്കും പാറ്റേൺ ഒരു ചേഞ്ച് വരുന്നതും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ വരുന്നതും പഠിക്കുന്ന കുട്ടികൾക്ക് നല്ലതാണ്. തീർച്ചയായിട്ടും. കാര്യം ക്ലാരിറ്റി ഉള്ളവരെ അത് ആൻസർ ചെയ്യുള്ളൂ. ബാക്കിയുള്ളവര് ആ അരിപ്പയില് അരിച്ച് പുറത്താക്കപ്പെടും. അവര് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ആണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു. തീർച്ചയായിട്ടും കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഏത് രീതിയിൽ പാറ്റേൺ വന്നാലും എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ നെറ്റ് അല്ലെങ്കിൽ JRF എയിം ചെയ്യുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച്
ഇപ്പോൾ പേപ്പർ 1ൻ്റെ ഒരു പ്രാധാന്യം എങ്ങനെയാണെന്നുള്ളതും കൂടെ ഒന്ന് വിശദമാക്കാം. പലപ്പോഴും ഇപ്പോൾ PG ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ PGയിൽ ഇവർ പേപ്പർ 2 പഠിച്ചിട്ടുണ്ട്, വളരെ ഇൻഡെപ്ത് നോളജും ഉണ്ടാവും. പക്ഷേ പേപ്പർ 1 അവരധികം ശ്രദ്ധിക്കില്ല. എന്താണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്തായിരിക്കണം? വിഷമമുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുക. നമ്മുടെ അവിടെ 6 മാസത്തോളം കോച്ചിങ്ങിന് വന്ന് പേപ്പർ 1 മാത്രമായിട്ട് കോച്ചിങ്ങിന് വന്ന ആളാണ്. പേപ്പർ 2ൻ്റെ സബ്ജക്റ്റ് തിരുവനന്തപുരത്ത് ഓഫ്ലൈൻ ഇല്ലാത്തൊരു സബ്ജക്റ്റായിരുന്നു. നമുക്ക് കൊമേഴ്സും എക്കണോമിക്സും ഇംഗ്ലീഷും ഒക്കെയാണ് തിരുവനന്തപുരത്ത് വരുന്നത്. എറണാകുളത്താണ് ലോയും കൊമേഴ്സും ഇംഗ്ലീഷും ആണ്. അപ്പോൾ ആ കുട്ടിയുടെ സബ്ജക്റ്റ് നമുക്കില്ലായിരുന്നു. കോച്ചിങ് എടുത്തിട്ട് പരീക്ഷയ്ക്ക് പേപ്പർ 2 ആള് 76% സ്കോർ ചെയ്തു. 76 ചോദ്യം 100 ശരിയാക്കി. എന്നിട്ട് പറയുകയാണേ, പേപ്പർ 1 സാറേ ഞാൻ ചെയ്തു വന്നപ്പോൾ ലാസ്റ്റ് ഒരു 28 മിനിറ്റേ എനിക്ക് കിട്ടിയുള്ളൂ. അതിൽ ഞാൻ അറ്റൻഡ് ചെയ്തത് എന്തോ 10-24 ചോദ്യങ്ങൾ ശരിയായി. ആ കുട്ടിക്ക് JRF സാധ്യതയുള്ള ആളാണ്, JRF കിട്ടിയില്ല. ഞാൻ ഈ പറയുന്ന പലപ്പോഴും കുട്ടികളൊരു അപ്രോച്ച് ചെയ്യുന്ന രീതിയിലെ വ്യത്യാസമാണ്. അവർ പേപ്പർ 2 ഓവർ എംഫസൈസ് കൊടുക്കും, നന്നായി പഠിക്കും. നിങ്ങളതിൽ 70-80 ഒക്കെ കുട്ടികൾ നേടിയാലും പേപ്പർ 1 കൂടി അതിനടുത്തേക്ക്, ഇപ്പം 70-80% പേപ്പർ 2 നേടിയാൽ പേപ്പർ 1 ചിലപ്പോൾ ഒരു 60-70 മതിയായിരിക്കും. എങ്കിലും അത് നോൺ നെഗോഷ്യബിളാണ്. പേപ്പർ 1 പഠിക്കുക എന്നുള്ളതും അതിലെ മിനിമം ഒരു 60-70% നേടുക എന്നുള്ളതും മാൻഡേറ്ററി തന്നെയാണ്. അല്ലെങ്കിൽ ആ JRFൻ്റെ ഉയർന്ന കട്ട് ഓഫിലേക്ക് എത്തില്ല. കാര്യം നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. നമ്മളൊരു കാര്യം പെർഫെക്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വളരെ അധികം എഫേർട്ട് എടുക്കേണ്ടി വരും. നിങ്ങളുടെ പഴയ പരീക്ഷകളൊക്കെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ പരീക്ഷയിൽ ഒരു 80-90 മാർക്കൊക്കെ മേടിക്കുന്നവരെ നമ്മൾ എടുക്കുന്ന അത്രയും എഫേർട്ട് ചിലപ്പോൾ എടുക്കേണ്ടി വരും ആ 90നെ 100 ആക്കാൻ. ശരിയാണ് അല്ലേ? അതെ. അതുപോലെയാണ് പേപ്പർ 2 നമ്മളൊരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അതൊരു 70-80% വരെയൊക്കെ എത്തും. എന്നാൽ അതിൻ്റെ ഒരു പകുതി എഫേർട്ട് എടുത്താൽ പേപ്പർ 1 60-70 എത്തിക്കാൻ പറ്റും. അതിലൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാനും അതിനുവേണ്ടി ഒരു മിനിമം എഫേർട്ടും എടുത്താൽ മതി. അതിൽ തന്നെ ഈ മാത്തമാറ്റിക്കൽ റീസണിങ്, DI, റീഡിങ് കോംപ്രിഹെൻഷനൊക്കെ ഉറപ്പായിട്ടും 15-ൽ ഒരു 10-13 ചോദ്യം ശരിയാക്കേണ്ട യൂണിറ്റുകളാണ്. പക്ഷെ ചില കുട്ടികൾ ആ ചോദ്യമേ വായിക്കാതെ അങ്ങ് വിട്ടുകളയും. ചോദ്യം വായിക്കുക പോലും ഇല്ല. എനിക്ക് കണക്ക് പേടിയാണ്. എന്നെ കണക്ക് പഠിപ്പിച്ച രമണി ടീച്ചറിനെ, ഒരു ടീച്ചറിൻ്റെ പേര് ഞാൻ റാൻഡമായിട്ട് പറഞ്ഞതേ ഉള്ളൂ, അല്ലെങ്കിൽ അലൻ സാറിനെ, അങ്ങേരെ കണക്ക് പഠിപ്പിച്ചുകൊണ്ട് എനിക്ക് കണക്ക് അങ്ങേരെ ഇഷ്ടമല്ല, കണക്കും ഇഷ്ടമല്ല. ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ ചോദിക്കുമ്പോൾ ഒരു റിപ്പീറ്റഡ് പാറ്റേൺ ആയത്, അതുകൊണ്ട് ചോദ്യം പോലെ ചിലപ്പോൾ വായിച്ചു നോക്കില്ല. പ്രത്യേകിച്ച് ആദ്യത്തെ 1 to 5 ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ DI ചോദ്യങ്ങളാണ് എല്ലാ സൈക്കിളിലും എല്ലാ കുട്ടികൾക്കും കിട്ടുന്നത്. മിക്കവാറും പേരുടെ പരീക്ഷ തുടങ്ങുന്ന 6ാമത്തെ ചോദ്യത്തിൽ നിന്ന്. എന്നാൽ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ ഒരു 10-30 സെറ്റ് പ്രാക്ടീസ് ചെയ്യാൻ മാക്സിമം 1 മണിക്കൂർ ഒരു ദിവസം കൊടുത്താൽ, അങ്ങനെ ഒരു 30 ദിവസം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന 6 മാസം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു 30 ദിവസം 1 hour വീതം മാറ്റി വെച്ചാൽ DI ഇവർ കണ്ടിട്ടില്ലാത്ത ഒരു പാറ്റേണും വരില്ല. അതാണ് മാത്സിൻ്റെ ബ്യൂട്ടി. അതുപോലെ നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് കാണുന്നവരോട് 7ാം ക്ലാസ് നിലവാരത്തിൽ ഉപരിയായിട്ടുള്ള ഒരു ചോദ്യവും നെറ്റ് പരീക്ഷയ്ക്കില്ല. ട്രിഗ്നോമെട്രി ഇല്ല, ജിയോമെട്രി ഇല്ല, അങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് സാധനങ്ങളുടെ സൈനും കോസും കുന്തക്കൊണ്ടേണ്ടിയൊന്നും ഇല്ല. ആകെ വേണ്ടത് കൂട്ടണം, കുറയ്ക്കണം, ഹരിക്കണം, ഗുണിക്കണം. മോഹൻലാലിലെ മണിച്ചിത്രത്താഴി പറയുന്ന പോലെ ഒന്നുകൂടെ ഹരിച്ച് ഗുണിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടേണ്ടതാണ്. കിട്ടും. അതെ. ഈ സിലബസ് അറിയാത്ത ചിലരുടെ ധാരണയാണ് ഈ മാത്തമാറ്റിക്സ് കേൾക്കുമ്പോൾ ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികളുണ്ടാവും. സിലബസ് തന്നെ വായിച്ചു നോക്കുന്ന ഒരു കുറവാണ്. നമ്മുടെ ഈ ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ വരുമ്പോൾ പോലും ഞാൻ ചോദിക്കും, നിങ്ങളുടെ ഈ പ്രിന്റഡ് ആയിട്ട് ഒരു സിലബസ് ഉണ്ടോ? ഇനി പ്രിന്റില്ലേ നിങ്ങൾ എവിടെയെങ്കിലും എഴുതിയെങ്കിലും വെച്ചിട്ടുണ്ടോ? ഫോണിലുണ്ടാവും, അല്ലെ വീട്ടിലുണ്ടാവും. ക്ലാസ്സിൽ വരുമ്പോഴും പലരുടെയും കൈ കാണില്ല. ഏറ്റവും ബേസാണ് ആ സിലബസ് അറിയുക. അതനുസരിച്ചൊരു മിനിമൽ എഫേർട്ട് പേപ്പർ 1 എടുത്താൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല സ്കോർ വാങ്ങിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഇനി അറിയാനുള്ളത് കുറേ പേരെ സംശയമായിരിക്കും. നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇനിയിപ്പോൾ 2026 ജൂണിലാണ് ഇനി അടുത്തൊരു സൈക്കിൾ വരുന്നത്. പരീക്ഷ ചിലപ്പോൾ ജൂലൈയിലായിരിക്കാം. ഇനിയുള്ള നമ്മുടെ മുന്നിൽ ഒരു 5 മാസം നമ്മുടെ മുന്നിലുണ്ടാവും. അപ്പോൾ എങ്ങനെ ആ ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യണം? എങ്ങനെ നമ്മൾ പഠിച്ചു പോകണം? ഒരു നെറ്റിൽ നിന്ന് JRFലേക്ക് അല്ലെങ്കിൽ JRF എത്താൻ അല്ലെങ്കിൽ നെറ്റ് എത്താനായിട്ടൊരു ഉദ്യോഗാർത്ഥിക്ക് വേണ്ടത് സ്ട്രാറ്റജി എങ്ങനെ ആയിരിക്കണം ഇനിയുള്ള 5 മാസം? ഞാനൊരു റൂൾ എപ്പോഴും സെറ്റ് ചെയ്തിട്ടുള്ള 6 മാസം 3 മണിക്കൂർ വെച്ച് പഠിച്ചാൽ 6 മാസം 180 days, കുറേ ദിവസങ്ങളൊക്കെ ഫെസ്റ്റിവും നമുക്ക് വയ്യാതെയൊക്കെ പോയി ഫെസ്റ്റിവൽസും ഒക്കെ ആയിട്ട് പോയി എന്ന് വിചാരിച്ചു. 150 days into 3 ഒരു 450 hours 500 hours പഠിച്ചാൽ PG കഴിഞ്ഞൊരു വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്ക് നെറ്റ് അല്ലെങ്കിൽ JRFൻ്റെ നിലവാരത്തിലേക്ക് എത്താം. JRFന് ചെറിയൊരു ഭാഗ്യവും എക്സ്ട്രാ ഒരു പുഷും ഒക്കെ വേണ്ടി വരും. കാര്യം
ഒന്നോ രണ്ടോ ചോദ്യങ്ങൾക്കൊക്കെ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും JRF മിസ്സാവുന്നത്. ആ കട്ട് ഓഫ് അങ്ങനെയാണല്ലോ സെറ്റ് ചെയ്യുന്നത്. നെറ്റ് ഉറപ്പായിട്ടും 450 മണിക്കൂർ 500 മണിക്കൂർ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും. അതിന് ചെയ്യേണ്ടത് 5 മാസം ഉള്ള ആളാണെങ്കിൽ 3 മണിക്കൂർ വെച്ച് പഠിക്കണം. 6 മാസം ഉണ്ട് അല്ലെ 8 9 മാസം ഉള്ളവരൊക്കെ പഠിക്കുന്നുണ്ടാവും അടുത്ത സൈക്കിളൊക്കെ എയിം ചെയ്തിട്ട്. അവർക്ക് ആ 3 മണിക്കൂർ 1.5 മണിക്കൂർ ആക്കാം. വേണമെങ്കിൽ ഈ 150 ഡേയ്സിന് വരും 300 ഡേയ്സ് പഠിക്കുകയാണെങ്കിൽ. ഇനി 75 ഡേയ്സേ പഠിക്കാനുള്ളെങ്കിൽ നിങ്ങളൊരു 6 hours പഠിച്ചോ. 30 ഡേയ്സേ പഠിക്കാനുള്ളെങ്കിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട ഓരോ ദിവസവും. നമ്മുടെ ഈ ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പോൾ റൺ റേറ്റ് പോലെ ഇന്നലെ സഞ്ജുവിന്റെ കളി സാറും കണ്ടു കാണുമെന്ന് ഞാൻ കരുതുന്നു. 97 റൺ നേടി T20 ക്വാർട്ടർ സെമിയിലേക്ക് കടക്കാനായിട്ട് റൺ റേറ്റ് ഇത്ര വേണം എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു കണക്ക് പോലെ ഒരു തം റൂളായിട്ടോ ഈ പറയുന്നത്. നിങ്ങളിതൊരു ഫിക്സഡ് റൂളായിട്ടൊന്നും എടുക്കരുത്. 450 1 മണിക്കൂർ കുറഞ്ഞു പോയാൽ നെറ്റ് കിട്ടില്ല അല്ലെ JRF കിട്ടില്ല. 450 പഠിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും. അങ്ങനെയല്ല. നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും സിലബസിന്റെ ഡെപ്ത് നോക്കുമ്പോൾ ഒരു 150 hours അടുത്ത് പേപ്പർ 1 അതൊരു 1:2 റേഷ്യോയിൽ പഠിക്കുക. പേപ്പർ 1 50 ചോദ്യം 100 മാർക്ക്, പേപ്പർ 2 100 ചോദ്യം 200 മാർക്ക്. അങ്ങനെയാണ് അതിന്റെ ഇത്. അതേ രീതിയിൽ തന്നെ പഠനത്തിന് അലോട്ട് ചെയ്യുക. ഇതൊരു റോക്കറ്റ് സയൻസോ വലിയൊരു സ്ട്രാറ്റജിയോ ഒന്നും വേണ്ട. കോമൺ സെൻസ് മതി. എൻ്റെ ഒരു കണ്ടുവരുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ളത് സെലക്ട് ചെയ്യുക, അത് ലിമിറ്റഡ് ആയിട്ട് വെക്കുക, ആ സിലബസ് കവർ ചെയ്യുക, മിനിമം ഒരു 3 to 5 റൗണ്ട് പഠിച്ച കാര്യങ്ങൾ ആവർത്തിച്ച് കാണുക, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ടെസ്റ്റുകളും പഠിക്കുമ്പം തന്നെ ചെയ്തു തുടങ്ങുക. ആ ചോദ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ പഠനത്തിനെ മാറ്റിക്കൊണ്ടിരിക്കുക. ഏറ്റവും ഒടുവിലായിട്ടും ടെസ്റ്റുകൾ എടുക്കുക. അതിൽ തെറ്റുന്ന ചോദ്യങ്ങൾ വീക്ക് ഏരിയകൾ നോക്കി പഠിച്ചാൽ ഉറപ്പായിട്ടും ക്വാളിഫൈ ആവും. അത് പേപ്പർ 1 പേപ്പർ 2 ആവട്ടെ, വളരെ സിമ്പിളാണ്. നമ്മൾ സിമ്പിൾ ബോറിങ് കാര്യങ്ങൾ ചെയ്യാത്തതാണ് പ്രശ്നം. ഓക്കെ, നമ്മൾ വിചാരിക്കുന്നത് ഏതോ റോക്കറ്റ് സയൻസ് പോലുള്ള കാര്യങ്ങൾ വേണം എന്നുള്ളത്. സാറിപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരു നെറ്റ് പഠിക്കാനിരിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചൊരു വിജയത്തിൻ്റെ ഫോമുല ലിറ്ററലി അല്ലേ സാർ ഒരു ഫോമുല തന്നെയാണ് അവതരിപ്പിച്ചത്. ലാസ്റ്റായിട്ട് ഒരു ചോദ്യം കൂടെ ഉള്ളത്, സാർ എപ്പോഴും വീഡിയോസിലൊക്കെ പറയാറുണ്ട് കൺസിസ്റ്റൻസിയുടെ ഒരു ഇമ്പോർട്ടൻസ്. അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, കൺസിസ്റ്റൻസി ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതേ, തിരമാലകളുടെ അടുത്ത് നമ്മളൊരു ബണ്ട് കെട്ടാൻ നോക്കുകയാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു പില്ലർ പണിയുക. എല്ലാവർക്കും മനസ്സിലാവുന്നൊരു ഉദാഹരണം, കടലിനോ അല്ലെങ്കിൽ തീരത്തോട് ചേർന്നിട്ടോ ഒക്കെ ട്രാൻസ് കോണ്ടിനെൻ്റൽ പാലങ്ങളൊക്കെ ഉണ്ടല്ലോ, ദ്വീപുകളും വൻകരയായിട്ടൊക്കെ ചേരുന്ന പാലങ്ങളൊക്കെ പണിയാറുണ്ട്. അപ്പോൾ അതിൻ്റെ പില്ലറുകൾ എങ്ങനെയാണ് പണിയുന്നതെന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ ഫാസിനേറ്റഡ് ആവാറുണ്ട്. ഇതെങ്ങനെ ചെയ്യും? കടൽ വെള്ളത്തെ അല്ലെങ്കിൽ നദിയിലാ പണിയുന്നെങ്കിൽ ആ വെള്ളം ഇല്ലാത്തൊരു വരണ്ട സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഇടാൻ പറ്റുമോ? അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമ്മളൊരു സാധനം അടുക്കി വെച്ച് വെള്ളത്തിൻ്റെ ലെവലിനെ മാറ്റി നിർത്താനാണ് ശ്രമിക്കുന്നത്. ഇപ്പം ഞാൻ ആ ചെയ്യുന്ന കാര്യം കുറച്ച് ദിവസം തിരയുടെ അവിടെ കുറച്ച് ചാക്കുകൾ അടുക്കി വെച്ചു. ഞാൻ പിന്നെ ഒരാഴ്ച ഒന്നും ചെയ്യുന്നില്ല. നാച്ചുറലായിട്ട് എന്ത് സംഭവിക്കും? അത് തിരമാല അടിച്ച് അത് വീണ്ടും തകരും. പഠനവും അതേപോലെയാണ്. കോംപ്ലിക്കേറ്റഡ് എക്സാമ്പിൾ ആയോ പറഞ്ഞു വന്നപ്പോൾ ഒന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ ഓരോ ദിവസവും അത് ബിൽഡ് ചെയ്യുന്നില്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് എഫിഷ്യൻസിയിലും സർവൈവലിലും ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ശരീരം എങ്ങനെ ചത്തുപോകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് തലച്ചോറിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഫോക്കസ്. അതുകൊണ്ടാണ് നമ്മളൊരു പേടിപ്പെടുത്തുന്ന ശബ്ദം കേൾക്കുമ്പോൾ നടുങ്ങുകയും ഓടുകയൊക്കെ ചെയ്യുന്നതും, വിശക്കുമ്പം ആഹാരം കഴിക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്ന തലച്ചോറ് പ്രിമിറ്റീവായിട്ടുള്ളൊരു പാർട്ടും നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. ഒരു കോർ അതാണ് ജീവൻ സംരക്ഷിക്കുക. ജീവൻ സംരക്ഷിക്കുന്നതിന് നെറ്റ് പരീക്ഷ ആവശ്യമില്ല, ഒരാവശ്യമില്ല. നെറ്റിന് പഠിക്കുന്ന കോൺസെപ്റ്റുകൾ തലച്ചോറിന് ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കടുവയുടെ ശബ്ദമോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെ മുഖമോ അവളുടെ കരച്ചിലോ ഒക്കെ നമ്മുടെ തലയിൽ എപ്പോഴും ഉണ്ടാവും. ദൂരെ നിന്ന് കേട്ടാലും നമ്മൾ അറിയും. പക്ഷേ നെറ്റിന് നമ്മൾ പഠിക്കുന്ന ഇന്ത്യൻ ലോജിക്കും നളന്ദ സർവകലാശാലയുടെ ഫീച്ചേഴ്സും ഒന്നും നാളെയോ മറ്റന്നാളോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമില്ലെന്ന് തലച്ചോറിന് നന്നായിട്ട് അറിയാം. റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ തലച്ചോറ് ആദ്യം മായ്ച്ചു കളയുന്ന ഡേറ്റകളുടെ കൂട്ടത്തിലുള്ളത് അതായിരിക്കും. നിതിൻ സാർ ഓർത്ത് നോക്കിയേ, 10 കൊല്ലം മുമ്പ് കോളേജിൽ പഠിച്ചാലേ കോളേജ് ബസ്സിലെടുത്തിരുന്ന ഒരാളെ ഇപ്പോൾ ഓർമ്മയുണ്ടോ? ഇല്ല, ഉണ്ടാവില്ല. അതെ. പക്ഷെ റീസെന്റ് ആയിട്ട് നടന്ന കാര്യങ്ങൾ കുറെയൊക്കെ നമ്മുടെ തലച്ചോറിലുണ്ടാവും. അതും കാലക്രമേണ ഈ തിര വന്നിത് മറിക്കുന്നത് പോലെ അത് മായ്ച്ചു കളയും. ഇപ്പൊ കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ സംഭവിക്കുന്ന ഇത് തന്നെ. നമ്മൾ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്തു, നമുക്കുണ്ടല്ലോ ഈ ആരംഭശൂരത്വം എന്ന് പറയുന്നത്, ഇന്നങ്ങ് മറിച്ച് കളയാന്നുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ ഞാനും പിള്ളേരോട് ഇത് മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് പറയും തമാശയായിട്ട്, നിങ്ങൾ മോട്ടിവേറ്റഡ് ആയെങ്കിൽ പേടിക്കുക വേണ്ട,
ഒന്ന് പോയി നന്നായിട്ട് കുളിച്ച് കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒട്ടുമുക്കാലും തീരും. 2 ദിവസം വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു ഹാമും ഉണ്ടാകത്തില്ല, നിങ്ങൾ പഴയ പോലെ ആയിക്കോളുന്നു. നമ്മളും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയുടെ പ്രാധാന്യം അത് തന്നെ. ഡേ ഇൻ ഡേ ഔട്ട് ഈ സാധനം ഓർമ്മയില്ലെങ്കിൽ, നമ്മളിത് റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, നമ്മുടെ തലച്ചോറ് നോക്കുമ്പോൾ എന്തുവാടേ ഇതോ ഇരിക്കുന്നു നളന്ദ സർവകലാശാല, ഇതെന്തിനാ മായ്ച്ചു കളഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള പുതിയ എന്തെങ്കിലും ഡേറ്റ ഓവർ റൈറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അടുത്തൊരു 6 മാസം ഇതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് മാറ്റി വെക്കുക. നിങ്ങൾ കാണുന്നിടത്തൊക്കെ നിങ്ങളുടെ ലക്ഷ്യം ഒന്ന് എഴുതി വെക്കുക. എഴുതി വെച്ചാൽ നടക്കുമോ എന്നുള്ള സ്യൂഡോ സയൻസ് ഒന്നുമല്ല ഞാൻ പറയുന്നത്. എഴുതി വെച്ചത് കണ്ടു കഴിഞ്ഞാൽ ഓർക്കും, അയ്യോ ഞാൻ നെറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാ, ഈ സീരീസ് ഇപ്പം കാണരുത്, അല്ലെങ്കിൽ ഈ ഔട്ടിങ്ങിന് ഈ ആഴ്ച പോകണ്ട. 6 മാസം ഒന്ന് കഴിഞ്ഞോട്ടെ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ആരോഗ്യമായിട്ട് നമുക്ക് ജീവിക്കാൻ ഒരു 30 ഇയേഴ്സാണ് ഉള്ളത്. കാര്യം പൈസയും ആരോഗ്യവും ഏൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യലും എല്ലാം ചേർന്ന് വരുന്ന 30 വർഷം. ആദ്യത്തെ ഒരു 20 കൊല്ലം പഠിത്തമായിരിക്കും. 50s ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും അസിസ്റ്റഡ് ലിവിങ് ആയിരിക്കും. കൊളസ്ട്രോളും ഷുഗറും അങ്ങനെ നല്ല പേരുള്ള രോഗങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കാണും. ഓടി നടക്കാനും ഒന്നും പറ്റാത്തവരും. ഈ 30 വർഷം ഉള്ളതിനെ 2-6 മാസങ്ങളുടെ യൂണിറ്റ് ഒരു വർഷത്തിലുള്ളൂ. അങ്ങനെ ലൈഫിനെ ഒരു 60 ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ അതിലൊരു ബ്ലോക്കാണ് നെറ്റ് പരീക്ഷയ്ക്ക് കൊടുക്കുന്നത്. ആ ഒരു ഗ്രാവിറ്റി ഉണ്ട് ആ തീരുമാനത്തിന്. പിന്നെ എങ്ങനെ കൺസിസ്റ്റൻ്റ് ആവാതിരിക്കുന്നുള്ള ഞാൻ ചോദിക്കുന്നത്. 7 തവണയും 10 തവണയൊക്കെ നെറ്റ് എഴുതിയവർ പറയുന്ന കേൾക്കാം. ചിലപ്പോൾ സാഹചര്യങ്ങളാവാം, അറിയില്ല. പക്ഷെ നന്നായി ഒരു എഫേർട്ട് എടുത്ത് 2 തവണ എഴുതിയിട്ട് നെറ്റ് കിട്ടുന്നില്ലെങ്കിൽ മറ്റു വഴി നോക്കുക നല്ലതെന്ന് ഞാൻ പറയും. നെറ്റെങ്കിലും എത്തുന്നില്ലെങ്കിൽ, ഞാനീ പറഞ്ഞ പോലെ 450-500 മണിക്കൂർ പഠിച്ചു. 2 സൈക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു 1000 മണിക്കൂർ പഠിച്ചിട്ടുണ്ടാവും. 1000 മണിക്കൂർ നന്നായി പഠിച്ചിട്ടും നെറ്റ് നമുക്ക് നേടാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എടുക്കുന്നതാണ് നല്ലത്. ലൈഫിന് അത്രയും വാല്യൂ ഉണ്ട്, നിങ്ങൾക്ക് അത്രയും വാല്യൂ ഉണ്ട്. നെറ്റല്ല ലൈഫിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു വിധിയെഴുത്തോ അല്ലെങ്കിൽ അളവുകോലോ ഒന്നും. ചിലപ്പം നിങ്ങളുടെ ഇനേറ്റായിട്ടുള്ള ടാലൻറ്റ് അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള പർപ്പസ് മറ്റെന്തെങ്കിലും ആവാം. നല്ല അധ്യാപകരാവാൻ നെറ്റ് ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ നിങ്ങൾക്കായിട്ട് ക്ലാസ് എടുക്കുന്നു, കുറേ പേരെങ്കിലും ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ 5 വർഷം മുമ്പ് ഒരു കുഞ്ഞു മുറിയിൽ ഫോണിൻ്റെ സ്ക്രീനിൽ PPT റെക്കോർഡ് ചെയ്ത് ഞാൻ വോയിസ് ഓവറും കൊടുത്ത I+ തുടങ്ങിയത്. അപ്പോൾ ഈ ലെവലിലേക്ക് വന്നെങ്കിൽ ക്ലാസ്സുകൾ എടുക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് പാഷനേറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ വാല്യൂ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏൺ ചെയ്യുന്നതിനോ നമുക്ക് ജീവിക്കുന്നതിനോ ഒരു ബുദ്ധിമുട്ടും വരില്ല. അപ്പം നെറ്റിനായിട്ട് ഞാൻ എല്ലാവരോടും പറയുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുക. 1-2 അറ്റംപ്റ്റ് ഫുൾ ഡെഡിക്കേഷനോട് കൊടുക്കുക, ഉറപ്പായും കിട്ടും. ഇനിയും 1% ചാൻസ് നിങ്ങൾക്കത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജേർണി അല്ലെങ്കിൽ ആ പാത്ത് അതല്ല എന്ന് മനസ്സിലാക്കി മൂവ് ഓൺ ചെയ്യുക. 10-13 തവണയൊന്നും നെറ്റിനായിട്ട് പ്രിപ്പയർ 6 മാസം 500 മണിക്കൂർ വെച്ച് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം ഉറപ്പായിട്ടും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ലെസൺസ് ആണ് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് വഴി അല്ലെങ്കിൽ ഈ ഒരു എക്സ്പേർട്ട് ടോക്ക് വഴി നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. പ്രത്യേകിച്ചും കോൺസെപ്ച്വൽ ക്ലാരിറ്റിയോടുകൂടി പഠിക്കുക. നെറ്റിൻ്റെ ഒരു വിജയ ഫോർമുല സാർ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അതുപോലെ നെറ്റിൻ്റെ പ്രാധാന്യവും ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. കേട്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടെന്ന് കരുതുകയാണ്. അപ്പോൾ മറ്റൊരു എക്സ്പേർട്ട് ടോക്കുമായിട്ട് വീണ്ടും വരാം. ഈ സീരീസിൽ ഈ ഒരു പോഡ്കാസ്റ്റിൽ ഏറ്റവും നന്നായിട്ട് ഇത്രയും കാര്യങ്ങൾ, ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ലെസൺസ് നമ്മളുമായിട്ട് പങ്കുവെച്ച അലൻ സാറിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.